തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോലീസ് ജീപ്പിന്റെ സ്റ്റിക്കർ പതിച്ച വാഹനത്തിൽ യാത്ര ചെയ്ത തമിഴ്നാട് സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി സാദിഖ് പാഷയും സംഘവുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലായ. ദേവി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ പോലീസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വരികയായിരുന്നോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഭാര്യയുമായുള്ള പ്രശ്നം പിണക്കം തീർക്കുന്നതിന് വേണ്ടിയാണ് സാദിഖ് പാഷയും സുഹൃത്തുക്കളും ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇവർ ഭാര്യയുമായി സംസാരിച്ചു. പക്ഷേ ഭാര്യയുമായി ഇതിനിടയിൽ ചില ബഹളമുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്ഥലത്തെത്തുന്നത്. പിന്നാലെയാണ് വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് സ്റ്റിക്കർ ശ്രദ്ധയിൽപ്പെട്ടിയത്. ഇതിനു പിന്നാലെയാണ് വട്ടിയൂർക്കാവ് പോലീസ് അനധികൃതമായി പോലീസ് സ്റ്റിക്കർ ഉപയോഗിച്ച് സംസ്ഥാനത്ത് വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട കേസെടുത്തത്. ഈ വാഹനത്തിൽ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാം, ഇംഗ്ലീഷിൽ പോലീസ് എന്ന മുമ്പിലും ബാക്കിലും എഴുതിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി ആയ ഇദ്ദേഹത്തിന്റെ സാദിഖിന്റെ സഹോദരന്റെ വാഹനമാണ്. ഈ സഹോദരൻ തമിഴ്നാട് പോലീസിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ സാദിഖിന്റെ തമിഴ്നാട്ടിൽ ചില ഗുരുതരമായ ചില ക്രിമിനൽ കേസുകളുണ്ടെന്നും ചില വിവരങ്ങളുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് സ്റ്റിക്കർ ഉപയോഗിച്ച് സംസ്ഥാനത്ത് വാഹനം ഓടിച്ചതിന് കേസ് പോലീസ് എടുത്തിട്ടുണ്ട്. ഈ സാദിഖിനെതിരെയും ഒപ്പം ഈ വാഹനത്തിന്റെ ഉടമയും പ്രതി ചേർത്തുകൊണ്ടാണ് വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് പല പോലീസുകാരും ഇത്തരത്തിൽ സ്റ്റിക്കറുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഇതൊരു ഗൗരവമായ വിഷയമായി കണ്ടുകൊണ്ടാണ് പോലീസിന്റെ വ്യാജേന എന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് നിലവിൽ ഈ കേസ് വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുഹൈൽ, ശരി, പോലീസ് എന്നതൊരു പ്രിവിലേജ് ആണ്. അത് ആർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. മറ്റു സ്വകാര്യ വാഹനങ്ങൾ ഒട്ടിക്കേണ്ട സ്റ്റിക്കറുമല്ല പോലീസ് സ്റ്റിക്കർ.